ഇന്ന് എന്തൊക്കെയോ അരി വലിച്ച് കഴിക്കാനും കുടിക്കാനൊക്കെ തോന്നുക കേട്ടോ. അപ്പോൾ അതിന് പോകുന്നൊരു വീഡിയോ ആണേ. കുഞ്ഞു സ്കൂളിൽ പോയതാണ്. അപ്പോൾ അവളെ അവിടെ നിന്ന് കൂട്ടിയിട്ട് നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണേ. മുഖമൊക്കെ മൂടിയിട്ടുണ്ട്, ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. അപ്പം മുഖം കറുത്തു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മൂടിയതാണേ. ഏട്ടന് ക്രെഡ് എന്നൊരു ഓഫർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ബക്സ് പോയിട്ട് നമുക്ക് 300 രൂപയ്ക്ക് എന്തെങ്കിലും കഴിക്കാം. ബാക്കി പൈസ കൊടുത്താൽ മതി. ഒരു 395 ഒക്കെ സാധനം എടുത്തിട്ടുണ്ടെങ്കിലും 95 രൂപ നമ്മൾ പേ ചെയ്താൽ മതി. അപ്പോൾ അത് ഞങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഇതാ, അവിടുന്ന് നോക്കിയാൽ എങ്ങനെയാട്ടോ കാണുക, സ്റ്റാർട്ട് ബക്സിൻ്റെ ഉള്ളിലാണേ. ഇങ്ങനെ ഈ കോഴിക്കോട് മാത്രമേ ഉള്ളൂ കേട്ടോ ബീച്ചിനോട് ചേർന്നിട്ടുള്ള ഇങ്ങനെ ഷോപ്പുള്ളത്. അങ്ങനെ ഇവിടെ പോയപ്പോൾ അത് മൊബൈൽ ഫോൺ വേണം, അത് നേരിട്ട് QR ചെയ്യണേ, സ്ക്രീൻഷോട്ടൊന്നും പറ്റില്ല. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വിഷമമായി, എന്നിട്ട് ഇറങ്ങി. പക്ഷെ വിട്ടു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. അങ്ങനെ വെല്യങ്ങാടിയിൽ നമുക്ക് പിസ്ത കുടിക്കാൻ പോകാമെന്ന് തീരുമാനിച്ച്. എന്തായാലും നമുക്ക് ലാഭമാണേ. നമുക്കിന്ന് പിസ്തയാണ് വിധിച്ചത്. അപ്പോൾ നമ്മൾ വെല്യങ്ങാടി കൂടി പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണിത്, തേങ്ങ തിരയുന്നത്. തേങ്ങ തിരഞ്ഞിട്ട് നല്ല തേങ്ങ മാറ്റും, കുറച്ച് വലുപ്പത്തിനനുസരിച്ച് മാറ്റും. പിന്നെ ഇവിടെ നിന്നാണ് പൊങ്ങൊക്കെ കിട്ടുക കേട്ടോ. ഇവിടുന്ന് പൊങ്ങ് വാങ്ങിയിട്ട് റോഡ് സൈഡിലൊക്കെ വിൽക്കാറുമുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടുന്ന് ഇങ്ങോട്ട് തിരിയണം, വെല്യങ്ങാടിയിലേക്ക് തിരിഞ്ഞിട്ട് ആണ് നമ്മളെ പിസ്തക്കട. നമ്മൾ മുന്നേയും വന്നിട്ടുണ്ടേ, വർഷത്തിലൊരിക്കൽ ഇവിടെ വന്ന് ഒരു പിസ്തയൊക്കെ കുടിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വെല്യങ്ങാടി ഇത് അവിടെ തന്നെയായി കേട്ടോ പിസ്തക്കട. ഈ ലോറീൻ്റെ അപ്പുറത്ത് ഒരു പള്ളിയുണ്ട്, അതിൻ്റെ മുന്നിലാണേ ഉള്ളത്. ലോറീൻ്റെ അപ്പുറത്തല്ല, ഇതാ ആ മഞ്ഞ അവിടെയാണ് കേട്ടോ നമ്മളെ പിസ്തക്കട. ഇവിടെ ഇതിൻ്റെ തൊട്ട് ബാക്കിൽ പള്ളിയാണേ. അപ്പോൾ നമ്മൾ കടയ്ക്കൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പൈസയൊക്കെ അത് തന്നെയായിരുന്നു. എന്താ വ്യത്യാസം വന്നതിൻ്റെ, കടേൻ്റെ ഭംഗിക്കൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. പാവം ഒരാടിൻ്റെ സൂപ്പ് ഇവിടെ കിട്ടും കേട്ടോ. അത് തന്നെ പറയാണ്, എൻ്റെ സൂപ്പ് ഇവിടെ കിട്ടുന്നു. അങ്ങനെ ഒരു പിസ്ത ഓർഡർ ചെയ്തു കുഞ്ഞുവിന് വേണ്ടിയിട്ട്. അങ്ങനെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ നോക്കി. ഞാനിങ്ങനെ നോക്കിയപ്പോൾ നമ്മളുടെ ശരിക്കുമുള്ള പിസ്തക്കട ഇതാ ഇവിടേക്ക് മാറി. അത് നമ്മൾ അറിഞ്ഞില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെയുള്ളൊരു താടിയുള്ളൊരു ചേട്ടനുണ്ടല്ലോ എന്നിങ്ങനെ വിചാരിച്ചതേ ഉള്ളേ. പക്ഷെ ഇവിടുത്തെ ഒട്ടും മോശമല്ലായിരുന്നു, ഒരേ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു. ആ മുന്നിൽ പോകുന്ന ഒരു ചെറിയ വണ്ടിയുണ്ടോ, അതാണ് സഞ്ചരിക്കുന്ന ചായക്കട. അതിൽ കുറേ സ്നാക്സുകളുണ്ട് കേട്ടോ. ചായ ഉണ്ട് തോന്നുന്നു. അവിടെ കണ്ടില്ലേ ഒരു ഫ്ലാസ്കിൽ ചായയുണ്ടേ. അയാൾ എങ്ങോട്ടോ പോവുക. വെല്യങ്ങാടി കൂടെ നമുക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോയാബീൻ കഴിക്കാൻ പോവുകയാണേ. കഴിക്കുന്നില്ല, വാങ്ങാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി പോകല് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവിടെ നമുക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, ലോറികൾ നിർത്തിയിടുന്ന സ്ഥലമാണ് വെല്യങ്ങാടി. അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കഷ്ടപ്പെട്ട് പോവുകയാണ്. അത് അവർക്കും ബുദ്ധിമുട്ടാണ്, നമുക്കും ബുദ്ധിമുട്ടാണ്. പക്ഷെ അവിടേക്ക് വേറെ വഴിയില്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി തന്നെ പോണേ. ഇവിടുന്ന് ഒരു റൈറ്റ് എടുക്കണം കേട്ടോ. അതിൻ്റെ വീഡിയോയും ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇവിടം വരെ എത്തിയതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമ്മൾ കട ഇപ്പം എന്തായാലും തുറന്നിട്ടുണ്ടാവും. 4 മണിക്ക് ശേഷം എന്തോ ആണ് അവിടെ തുറക്കുക. ഏതായാലും വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്ന് ഇതും കൂടി വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചാണേ. വീട്ടിൽ പോയിട്ട് നമുക്ക് ചപ്പാത്തിയോ ദോശയ്ക്കോ എന്തെങ്കിലും കഴിക്കാം. ഇവിടുന്ന് കഴിക്കുന്നില്ല, നല്ല ചൂടായിരിക്കും, തൊടാൻ തന്നെ പറ്റൂല. നമ്മളെ കട എത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞു കടയാട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ജാഫ്രിക്കാനെ നമ്മൾ അവിടെ കണ്ടില്ല കേട്ടോ. 2 പ്രാവശ്യം പോയപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, റോഡ് സൈഡിലൊക്കെ ഉള്ളപ്പോൾ ബീച്ചിൻ്റെ അവിടെ നിന്നൊക്കെ ഞാൻ മുന്നേ ഉന്തുവണ്ടിയിൽ നിന്നൊക്കെ കണ്ടിട്ടുണ്ട്. വിലയ്ക്ക് ലേശം വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ 50 രൂപയ്ക്കാട്ടോ വാങ്ങുന്നത്. ഞായറാഴ്ച അവധിയുമാണ്. മിനിമം 100 ഗ്രാം 40 രൂപയ്ക്കാണ് തരിക. പാർസൽ ചാർജ് ഇല്ല, അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നല്ല ചൂടാട്ടോ, ഇവിടുന്ന് കഴിക്കാനൊന്നും പറ്റൂല, ഭയങ്കര ചൂടാണ്. ഞാൻ വീട്ടിലെത്തി പാത്രത്തിലേക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ കളറേ ഉള്ളൂ കേട്ടോ, അതിന് എരിവൊന്നുമില്ല. ഇത് കുറച്ച് അധികം വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഗീ റൈസ് ഒക്കെ ഉണ്ടാക്കിയ ഈ സോയ ചങ്ക്സ് കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഞാനിപ്പോൾ ഇത് വെറുതെയാണ് കേട്ടോ കഴിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഇത് കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കോഴിക്കോടുകാർ ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിന് ചപ്പാത്തി ഒന്നും ഉണ്ടാക്കാൻ നിൽക്കുന്നില്ലേ. അപ്പോൾ മാറിപ്പോണ്ട. ആലിക്കാൻ്റെ പിസ്തക്കടയിലേക്കാണെങ്കിൽ അത് അങ്ങോട്ടൊന്ന് മാറിയിട്ടുണ്ടേ. ഞങ്ങൾ കുടിച്ച സ്ഥലത്ത്, അതായത് പണ്ടത്തത് ഒട്ടും മോശമല്ലായിരുന്നു കേട്ടോ. ഇത് നമ്മളുടെ മിൽക്ക് സർബത്താണ്. ഇത് ഞാൻ മുന്നേ എടുത്തൊരു വീഡിയോ ആണ്. ഞാനിത് ഇതിൻ്റെ കൂടെ ചേർക്കുക കേട്ടോ. അതാണ് ഇതിന് റേഷ്യോയ്ക്കൊരു വ്യത്യാസമുണ്ട്.
ഇത് മുന്നേ എടുത്തതാണേ. നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം ഇന്ന് തന്നെ കുടിച്ച് തീർത്തതാണോ എന്ന്. അതല്ല കേട്ടോ, ഇത് നമ്മളെ കോഴിക്കോടിൻ്റെ കാണിക്കുമ്പോൾ നമ്മളെ മിൽക്ക് സർബത്ത് എന്തായാലും കാണിക്കണമല്ലോ. ഇത് കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പം ഞാൻ മിൽക്ക് സർബത്ത് കുടിക്കാറേ ഇല്ലേ. അപ്പോൾ ഇതിൽ ആഡ് ചെയ്താൽ എനിക്കിത് ഡിലീറ്റ് ആക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണേ. ഈ മിൽക്ക് സർബത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു 10 വർഷം മുന്നേ കേട്ടോ, 10 അല്ല, ഞാൻ ഗർഭിണിയായിരുന്നേ. എന്നിട്ട് എനിക്കിത് കുടിക്കണം എന്ന് രാത്രിയായപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഇത് കുടിക്കണം എന്ന് തന്നെ ഭയങ്കര ആഗ്രഹം. നാളെ ആക്കാമെന്നൊന്നും പറഞ്ഞാൽ പറ്റുകയില്ല, എനിക്ക് അപ്പം തന്നെ കുടിക്കണം. അങ്ങനെ ഞാൻ നൈറ്റി അങ്ങനെ തന്നെ കയറി കാറിലിരുന്നിട്ട് ഇവിടെ വന്ന് ഇത് കുടിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അത്രയും ബന്ധമാട്ടോ എനിക്ക് മിൽക്ക് സർബത്തിനുള്ളത്. നമ്മുടെ വീട് വെസ്റ്റ് ഹില്ലാണ്. ഇവിടുന്ന് കുറച്ചിങ്ങോട്ട് വരാനേ ഉള്ളൂ കേട്ടോ. ഇവിടേക്ക് ഒന്ന് കറങ്ങി ഇങ്ങനെ വരണമെന്നേ ഉള്ളൂ. ആ ഒരു ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ കണ്ടാൽ തന്നെ വേഗം മനസ്സിലാവുമായിരുന്നു കേട്ടോ ഇവർക്ക്. ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിക്കുക ചെയ്യുക. അപ്പം ഇപ്പം ഞാനിങ്ങനെ അത്ര കുടിക്കലില്ല, മധുരമായതുകൊണ്ട്. എന്നാലും ഇടയ്ക്ക് കുടിക്കുവേ, മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ കുടിക്കും കേട്ടോ. പിന്നെ ഹസ്ബൻഡ് എനിക്ക് വലിയ കുപ്പിയിൽ ഇവർ പാർസൽ തരും, അങ്ങനെയും കൊണ്ടു തരുവേ. ഇനിയിപ്പോൾ പറയണ്ടെന്ന് വിചാരിച്ചിട്ട്, രാത്രിയാവുമ്പോൾ തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്ക് എനിക്ക് കുപ്പിയിലാക്കിയിട്ട് കൊണ്ടു തരുമായിരുന്നു. അപ്പം കേട്ടോ, പണ്ടത്തെ കാര്യമാണേ പറയുന്നത്. ഇപ്പം ഇവർക്ക് 1-2 ബ്രാഞ്ച് ഉണ്ട് അധികം. ഇത് നമ്മൾ സാധാ പാരഗണിൻ്റെ മുന്നിലുള്ള അവിടെ തന്നെയാട്ടോ പോയത്. ഇപ്പം നിങ്ങൾ കാണുന്നത് മിൽക്ക് സർബത്ത് കുടിക്കുക, പിറ്റേ ദിവസം ജലദോഷത്തിന് മരുന്ന് വാങ്ങുക. ഇതാണ് നമ്മളെ പരിപാടി ഉണ്ടാവില്ല എപ്പോഴും. ഇതിൽ ഐസ് ഇടാതെയും തരും കേട്ടോ അവർ. ഐസ് ഇടാത്തതിന് വേറൊരു ടേസ്റ്റും ഐസ് ഇട്ടതിന് വേറൊരു ടേസ്റ്റുമാണേ. ചാനലിൽ വേറെയും കുറേ വീഡിയോസ് ഉണ്ട്, കുക്കിംഗ് വീഡിയോസും ട്രാവൽ വീഡിയോസൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കയറി നോക്കിക്കേ. പറ്റുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേ.